വിവാദമായ മുട്ടിൽ മരമുറി കേസിൽ പിടിച്ചെടുത്ത തടികൾ ലേലം ചെയ്ത് വിൽക്കാൻ അനുമതി തേടി വനംവകുപ്പ്. കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് സൗത്ത് വയനാട് ഡിഎഫ്ഒ ഹർജി നൽകിയത്. 3 വർഷമായി 104 ഈട്ടിത്തടികൾ ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കോടികൾ വിലമതിക്കുന്ന ഈട്ടിത്തടികൾ നിലവിൽ വനംവകുപ്പിന്റെ കുപ്പാടി ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 3 വർഷമായി മഴയും മഞ്ഞും വെയിലുമേറ്റ് തടികൾ നശിക്കുന്ന സാഹചര്യത്തിലാണ് തടികൾ ലേലം ചെയ്ത് വിൽക്കാൻ വനംവകുപ്പിന്റെ നീക്കം. വനംവകുപ്പ് സമർപ്പിച്ച അപേക്ഷ കൽപ്പറ്റ സെഷൻസ് കോടതി 19-ന് പരിഗണിക്കും. 500 വർഷം വരെ പഴക്കമുള്ള തടികളാണ് മരമുറി കേസിലെ മുഖ്യപ്രതികളായ ആൻഡോ അഗസ്റ്റിൻ സഹോദരന്മാർ മുറിച്ചു കടത്തിയത്. മരത്തിന്റെ DNA, കാലപ്പഴക്കം എന്നിവ കണ്ടെത്താനായി ശാസ്ത്രീയ പരിശോധനകൾ അന്വേഷണ സംഘം നടത്തിയിരുന്നു. കർഷകരിൽ നിന്നും വില കൊടുത്തു വാങ്ങിയ മരങ്ങൾ മതിയായ രീതിയിൽ സംരക്ഷിക്കുന്നില്ലെന്ന് കാട്ടി പ്രതികളും നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. അനധികൃതമായി മരം മുറിച്ചു കടത്തിയതിന് റവന്യൂ വകുപ്പ് നേരത്തെ ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം പിഴ ഈടാക്കാനുള്ള നടപടി തുടങ്ങിയിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാം നിലച്ചാവസ്ഥയിലാണ്. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ മാസം സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവരുൾപ്പെടെ കേസിൽ 12 പ്രതികളാണ് ഉള്ളത്. അമൃത ന്യൂസ്, വയനാട്.